പാകിസ്ഥാനെ ബോർഡ് ഓഫ് പീസിൽ നിന്ന് ഇസ്രായേൽ അടിച്ച് വെളിയിലാക്കിയല്ലേ? അതെ, കടക്ക് പുറത്തെന്ന് പറഞ്ഞു. അതായത് ഈ ഇരട്ടത്താപ്പില്ലേ, ആ പരിപാടിയായിട്ട് ഇങ്ങോട്ടേക്ക് വരണ്ട. അത് അമേരിക്കയ്ക്കും കൊണ്ടിട്ടുണ്ട്, അമേരിക്കയ്ക്കും കൊള്ളും. കാരണം അമേരിക്കയ്ക്ക് പാകിസ്ഥാനെ എന്താ പറയുക, മാറ്റി നിർത്താനായിട്ട് കഴിയില്ല. പാകിസ്ഥാനിലെ ചില താല്പര്യങ്ങൾ അവർക്കുള്ളത് കൊണ്ട് തന്നെ പാകിസ്ഥാനെ എന്നും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നുണ്ട്. അതിലൊരു വഴി വരുന്നത് ഇന്ത്യക്കുള്ള പണിയും കൂടി ആയിട്ടാണ് എന്നുള്ളത് നമുക്കറിയാം. എന്തായാലും 60ഓളം രാജ്യങ്ങൾക്കാണ് ഈ ഒരു ഉടമ്പടിയിലേക്ക് ഗാസ പുനരുദ്ധാരണമാണ് ഈ ബോർഡ് ഓഫ് പീസ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു 60ഓളം രാജ്യങ്ങളെ ക്ഷണിച്ചു. ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെയാണ് ക്ഷണിച്ചത്. പക്ഷേ 22 രാജ്യങ്ങളാണ് ദാവോസിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളത്, ആ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുള്ളത് എന്നതാണ്. അതിലാണ് പാകിസ്ഥാനും വരുന്നത്. അപ്പോൾ ഇതിന് ശേഷം ബെഞ്ചമിൻ നെതന്യാഹു നൽകിയിട്ടുള്ള ഒരു അഭിമുഖത്തിലാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നു, പാകിസ്ഥാനെ ഞങ്ങൾ അംഗീകരിക്കില്ല, പാകിസ്ഥാൻ ഈ ഒരു ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നത് കാര്യങ്ങളൊന്നും ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറയുന്നുണ്ട്. ഇത് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ പോയത് ഒരു വിദേശ മാധ്യമത്തിന് ബെഞ്ചമിൻ നെതന്യാഹു അഭിമുഖം നൽകുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറയാം, അദ്ദേഹത്തോട് ചോദിച്ചത്, നിങ്ങൾ ആണവ ശക്തികളെല്ലാം എതിർക്കുമോ? അപ്പോൾ നെതന്യാഹു പറയുന്നത്, മതരാഷ്ട്രമായിട്ടുള്ള ആണവ ശക്തികളെ ഞങ്ങൾ എതിർക്കും. അങ്ങനെ വരുമ്പോൾ അടുത്തത് പാകിസ്ഥാനാണ്. അങ്ങനെയെങ്കിൽ പാകിസ്ഥാനെയും ഞങ്ങൾ എതിർക്കുമെന്ന് പറയുന്നുണ്ട്. അതായത് വടി വെട്ടി വെച്ചിട്ടുണ്ട് പാകിസ്ഥാനും. അടങ്ങിയിരുന്നിട്ടുണ്ടെങ്കിൽ നിനക്കൊക്കെ കൊള്ളാം, ഇല്ലെങ്കിൽ നീയൊക്കെ അടി വാങ്ങി കൂട്ടിയിട്ടേ പോകുള്ളൂ എന്നുള്ളത് അവിടെ ഡിക്ലെയർ ചെയ്യുകയാണ്. അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ഇപ്പോൾ ട്രംപും നെതന്യാഹുവും തമ്മിൽ ഒരുപക്ഷെ എല്ലാ ദിവസവും എന്നോണം വിളിക്കുന്നുണ്ടാകാം, പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ടാകും. കാരണം അതിൻ്റെ തണലിൽ വളർന്നു വന്നിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ് ഇസ്രായേൽ. എന്നാലും രാജ്യസുരക്ഷയുടെ കാര്യം വരുമ്പോൾ ട്രംപാണോ അല്ലെങ്കിൽ ദൈവം തമ്പുരാനാണോ എന്നൊന്നും നെതന്യാഹു അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നോക്കാറില്ല. അവർ ഭീകരവിരുദ്ധമായിട്ടുള്ള നടപടികൾ മാത്രമാണ് സ്വീകരിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എടാ മോനെ, നീ ഇങ്ങോട്ടേക്ക് വരണ്ട, ഈ പരിപാടിയിലേക്ക് നീ പങ്കെടുക്കണ്ട. കാരണം ഈ പലസ്തീനുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ഇവർക്ക് 2 തരത്തിലുള്ള നടപടിയാണല്ലോ. അവിടേക്ക് ഗസയിലേക്ക് ഇവരുടെ സൈന്യത്തെ അയക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകളുമൊക്കെ വന്നതാണ്. അപ്പോൾ 2 തരത്തിൽ എങ്ങനെയാണ് ഒരു രാജ്യത്തിന് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുക? അപ്പോൾ ഒരു ഇരട്ടത്താപ്പാണ്. അവിടെ വരിക, അവിടെ നിന്ന് ഈ പറയുന്ന കുൽസിത പ്രവർത്തനം, ഇവർ ചെയ്യുന്ന കുൽസിതം നമുക്കറിയാം. അപ്പോൾ തീവ്രവാദവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ പിന്തുണ നൽകുക എന്നതാണ് പാകിസ്ഥാനിലെ ആളുകൾ അവിടെ ഇറങ്ങുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള മൂളയൊക്കെ എന്തായാലും ഇസ്രായേലിനും ഉണ്ടാവും. അന്നേരമേ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങോട്ടേക്ക് വരണ്ട, ഒരെണ്ണത്തിന് ഈ ഭാഗത്തേക്ക് കടത്തില്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദാവോസിൽ നടന്നിട്ടുള്ള ഈ ലോക സാമ്പത്തിക ഫോറത്തിൽ വെച്ചിട്ട് രാജ്യങ്ങൾ ഉടമ്പടിയിൽ ഒപ്പിടുമ്പോൾ അതിൽ പാകിസ്ഥാൻ ചേരുന്നതിനെതിരെ കൃത്യമായിട്ട് വരുന്നതിന് പിന്നിലുള്ള കാരണവും ഇതാണ്. ഈ പാകിസ്ഥാനും അമേരിക്കയുമായിട്ടുള്ള ബന്ധം ഇസ്രായേലിന് വ്യക്തമായിട്ട് അറിയാമെന്നിരിക്കുക, അറിയില്ല എന്ന് പറയാൻ നമുക്ക് കഴിയില്ലല്ലോ. അവർ ഈ രാജ്യങ്ങൾക്കിടയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഈ ലോകത്തിൻ്റെ ഒരു കോണിലിരിക്കുന്നത് നമുക്കറിയാമെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ താല്പര്യങ്ങളുള്ള 2 രാജ്യങ്ങൾക്കിടയിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഇസ്രായേലിന് സ്വാഭാവികമായിട്ടും അറിയാൻ കഴിയും. അപ്പോൾ ആ ഉടമ്പടിയിൽ 20ഓളം രാജ്യങ്ങൾ ഒപ്പിട്ടു എങ്കിൽ പോലും പാകിസ്ഥാൻ അംഗമാകണ്ട എന്ന് തന്നെയാണ് പറയുന്നത്. ഈ പാകിസ്ഥാന് വേണ്ടിയിട്ട് ഷെഹബാസ് ഷെരീഫാണ് ഈ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. എന്നാൽ ഗാസയുടെ പുനരുദ്ധാരണത്തിലോ സമാധാന സേനയിലോ പങ്കില്ല പാകിസ്ഥാൻ എന്ന് തന്നെയാണ് വ്യക്തമാക്കിയത്. കാരണം യാതൊരു തരത്തിലും പാകിസ്ഥാന് എന്തെങ്കിലും ഒരു തരത്തിൽ സമാധാനം എന്ന് പറയുന്ന ഒരു വാക്കോ ആ വാക്കിന്റെ ചുവട്ടിൽ വന്ന് ഒപ്പിടാനുള്ള എന്ത് ധാർമ്മികതയുണ്ട്? അവർ നിരന്തരമായിട്ട് ഇസ്രായേൽ എന്നും ഭീകരതയ്ക്കെതിരെ പോരാടുന്നു. അതുപോലെ തന്നെ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന, ഇന്ത്യയോട് ചേർന്ന് നിൽക്കുന്ന, ഭാരതത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു രാജ്യമാണ്. ഏതൊരു പ്രശ്നത്തിലും ഇന്ത്യക്കൊപ്പം നിലകൊള്ളുന്ന, അന്ന് മുതൽ ഇന്ന് വരെ നിലകൊള്ളുന്ന ഒരു രാജ്യം. ഇന്ത്യയോട് കാണിക്കുന്നതും ഈ കാണിക്കുന്ന എന്താ പറയുക, തെണ്ടിത്തരമാണെങ്കിൽ കൂടെ ആ പഹൽഗാം അറ്റാക്ക് ഉൾപ്പെടെ അതിലൊക്കെയും എന്താണ് കാണിച്ചിട്ടുള്ളത് എന്നുള്ളത് ഒരു പ്രതിനിധി സംഘത്തെ പോലും അവിടേക്ക് വിടാതെ തന്നെ അറിയാവുന്ന രാജ്യമാണ് ഇസ്രായേൽ. അപ്പോൾ ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഭീകരതയാണ്. ഇവർ ഇനി അമേരിക്കയുടെ തണലിൽ നിൽക്കുകയാണെങ്കിൽ പോലും ഇവരെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ അടുത്ത വടി വെട്ടുന്നത് ഞങ്ങൾക്കെതിരെ ആയിരിക്കും എന്നുള്ളത് ഇസ്രായേലിന് നന്നായിട്ട് അറിയാം. ട്രംപിനെയും വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ളത് കൂടി ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നില്ലേ നെതന്യാഹു? അപ്പം നെതന്യാഹു കൃത്യമായിട്ട് ആ രാജ്യത്തിൻ്റെ കാര്യത്തിൽ ഒരു കൃത്യമായ ഒരു തീരുമാനം പറയുന്നുണ്ട്. നമ്മുടെ രാജ്യത്താണെങ്കിൽ എന്തെല്ലാം പറയുമായിരിക്കും.
നമ്മുടെ രാജ്യത്ത് നമ്മൾ ഈ പറയുന്ന കരാറിൽ ഒരു തരത്തിലും യാതൊരു എന്താണ് നമ്മുടെ ഭാഗം എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടില്ല. ഇതിൽ ഉടമ്പടിയിൽ ഒപ്പിടാനോ ഒന്നും നമ്മൾ പോയിട്ടില്ല. നമ്മൾ ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടുമില്ല. അത് നമ്മുടെ നിലപാടാണ്. നമ്മൾ എപ്പോൾ എവിടെ പ്രതികരിക്കും എന്നുള്ളത് നമ്മൾ കാത്തിരിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ തീവ്രവാദത്തെ പിന്തുണച്ച ഒരു രാജ്യത്തെയും ഗസയിലേക്ക് സ്വീകരിക്കില്ല എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ട്രംപിനുള്ള ഒരു മുന്നറിയിപ്പാണ്. കാരണം ട്രംപ് കൃത്യമായിട്ടും പല രാജ്യങ്ങളിലും കുത്തിത്തിരിപ്പുണ്ടാക്കി ആ രാജ്യങ്ങൾ നശിപ്പിക്കുകയും പ്രോക്സിയാക്കി വെച്ചുകൊണ്ട് അവർക്ക് താല്പര്യമുള്ള രാജ്യങ്ങൾക്കെതിരെ പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ വളർന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിന് നേരെ ട്രംപ് ഇത് ഉപയോഗിക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരുപക്ഷെ നെതന്യാഹുവിനെ പോലുള്ള ഒരു നേതാവാണ്, പ്രധാനമന്ത്രി ആയതുകൊണ്ടായിരിക്കാം ഇസ്രായേലിന് ഈ ഒരു താല്പര്യം അല്ലെങ്കിൽ ഈ ഒരു തീരുമാനം കൃത്യമായിട്ട് പറയാൻ കഴിയുന്നത്. ഒരുപക്ഷെ ട്രംപിനോട് എന്താ പറയുക, ചേർന്ന് നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഇതൊന്നുമല്ല, റാൻ മൂളി നിൽക്കും. പക്ഷെ നമ്മൾ നെതന്യാഹുവിനെ കാണുമ്പോൾ പലപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ട്രംപിനോട് സൗഹൃദമൊക്കെയാണ്, പക്ഷെ ഒരു കൊച്ചു രാജ്യമാണ്. അമേരിക്കയെ വെച്ച് നോക്കുമ്പോൾ എത്ര കൊച്ചു രാജ്യമാണ്. പക്ഷേ ആ നിലപാടുകൾ പറയുമ്പോൾ ആ രാജ്യത്ത് ഉള്ള എല്ലാവരും ഒന്നടങ്കം അതിനൊപ്പം നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ രാജ്യത്തുള്ളവർ കൂടി കണ്ടുപിടിക്കേണ്ടതാണ്. നമ്മുടെ രാജ്യത്തിരുന്നു കൊണ്ട്, നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ രാജ്യത്തെ വെല്ലുവിളിക്കുന്നവർക്കൊപ്പം നിൽക്കുന്ന പല ആളുകളും ഒരു വലിയ വിഭാഗം തന്നെ നമ്മുടെ രാജ്യത്തുണ്ട്. അവരൊക്കെ ഇത് കണ്ടുപഠിക്കേണ്ടത് കൂടിയാണ് എന്നുള്ളതാണ്. NDTVക്ക് നൽകിയിട്ടുള്ള അഭിമുഖത്തിലാണ് ഈ ഒരു തീരുമാനം കൃത്യമായിട്ട് നെതന്യാഹു പറഞ്ഞിട്ടുള്ളത്. ഇതിൽ പറയുന്ന ഒരു കാര്യം, ട്രംപിന്റെ പദ്ധതിയിൽ ചേരുന്നതിൽ പാകിസ്ഥാനിലാണെങ്കിലും ഇപ്പോഴേ 2 തരം സംസാരമാണ്. അവിടെ തന്നെ ഒരു സ്പ്ലിറ്റ് വന്നിട്ടുണ്ട്. കാരണം പാകിസ്ഥാൻ ഈ സമാധാന ഉടമ്പടി എവിടെയാണ് പാകിസ്ഥാനിൽ സമാധാനം? പാകിസ്ഥാൻ എന്നാണ് സമാധാനത്തെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങുന്നത്? അപ്പോൾ അവിടെ തന്നെ സ്പ്ലിറ്റ് വന്നിട്ടുണ്ട്. ഇവരുടെ നാടകങ്ങൾ അഴിഞ്ഞു വീഴുകയാണ് അതിലൂടെ. അപ്പോൾ ഈ പാകിസ്ഥാനിൽ ഈ ഒരു ഉടമ്പടിയിൽ പങ്കെടുക്കുന്നതിന് ഒപ്പുവെച്ചതിനെതിരെ 2 തരത്തിലുള്ള തീരുമാനങ്ങൾ വരുമ്പോഴും ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെടുന്നത് അതുകൂടിയാണ്. അപ്പോൾ ഈ പലസ്തീൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് ട്രംപിൻ്റെ പദ്ധതി എന്നാണ് ഈ പാകിസ്ഥാനിലുള്ള തീവ്ര വിഭാഗങ്ങൾ പറയുന്നത്. അവരപ്പോഴും നിൽക്കുന്നത് ആർക്കൊപ്പമാണ്? ഹമാസിനൊപ്പമാണ്. ഹമാസിനൊപ്പം നിൽക്കുന്ന പാകിസ്ഥാനിലെ ആളുകളാണ്, അല്ലെങ്കിൽ ആ രാജ്യമാണ്. ഇവരുടെ തീരുമാനം ഒരു വിഭാഗം മാറി നിന്നാൽ പോലും ഷെഹബാസ് ഉൾപ്പെടെയുള്ളവരുടെ തീരുമാനം എന്ന് പറയുന്നത് ഹമാസിന് അനുകൂലമല്ലേ? ആ അനുകൂലമുള്ള ആളുകൾ വന്നിട്ട് ഗാസയുടെ പുനരുദ്ധാരണ പദ്ധതിയിൽ, ആ ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുന്നു എന്ന് പറയുമ്പോൾ ഈ പറയുന്ന എന്താ പറയുക, ഇത്രയും മോശമായ മ്ലേച്ഛമായ കാര്യമുണ്ട്. ഇരട്ടത്താപ്പ് കാണിക്കുക എന്ന് പറയുന്ന പോലെ അവരുടെ തീരുമാനങ്ങൾ ഏറ്റവും കളവുള്ളതാണ് എന്ന് കാണിച്ചു തരുന്ന തീരുമാനങ്ങളിലേക്ക് പോകുകയും ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ ബോർഡ് ഓഫ് പീസ് പദ്ധതിയെ അനുകൂലിച്ചിട്ടുള്ള ഇസ്രായേൽ ധനമന്ത്രി ഐക്യരാഷ്ട്രസഭയേക്കാൾ ഇത് നല്ലതാണ് എന്ന് കൂടി പറയുകയും ചെയ്യുന്നുണ്ട്. ട്രംപിൻ്റെ 20 ഇന പദ്ധതിയുടെ 2ാം ഘട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഗാസ സംഘർഷം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഈ ബോർഡ് ഓഫ് പീസ് ആവിഷ്കരിച്ചിട്ടുള്ളത്. ഗാസയ്ക്ക് പുറത്തും ആഗോള സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിലുള്ള ഒരു വേദിയായിട്ട് ഇത് മാറ്റാനുള്ള ശ്രമങ്ങളുമൊക്കെ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ പാകിസ്ഥാന്റെ തെഹ്രീക്കെ ഇൻസാഫ് പാർട്ടി പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, സമാന്തര സംഘടനകൾ, ഈ സംഘടനകൾ സൃഷ്ടിക്കുന്നതിന് പകരം ഐക്യരാഷ്ട്രസഭയുടെ ബഹുകക്ഷി സംവിധാനത്തെ പിന്തുണയ്ക്കുന്നു എന്ന് കൂടെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇതിലൊന്നും തന്നെ വിശ്വസിക്കാൻ കഴിയാത്ത കാര്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. വീണ്ടും അതിലേക്ക് തന്നെ വരുന്നത്, പാകിസ്ഥാന്റെ നിലപാടുകൾ എന്നും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായിട്ടാണ്. കിട്ടുന്ന തീവ്രവാദ പാർട്ടികൾ പോലും പാകിസ്ഥാനിലെ ഭരണകൂടത്തിനെതിരെ സംസാരിച്ച വാർത്ത നമ്മൾ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു. അതായത് ഇവർ പറയുന്നത്, അത് ഈ പറയുന്ന കിട്ടുന്ന പൈസകളെല്ലാം തന്നെ ഇവർ പല കാര്യങ്ങൾക്കായിട്ട് ചെലവഴിക്കുന്നു. ഇത് കടം തീർത്തിരുന്നെങ്കിൽ ഈ രാജ്യം പണ്ടേ ഗതി പിടിച്ചേനെ എന്നാണ് ലഷ്കറിന്റെ ഒരു കമാൻഡർ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതായത് F-16 യുദ്ധവിമാനങ്ങൾ സംരക്ഷിക്കാനും അതിന്റെ പരിപാലനത്തിനുമായിട്ട് അമേരിക്ക കൊടുത്ത കോടിക്കണക്കിന് രൂപ എടുത്താണ് പഹൽഗാം ആക്രമണത്തിന് വേണ്ടി അവർ ചെലവാക്കിയത്. എന്നിട്ടൊന്ന് ആലോചിച്ച് നോക്കി എന്ത് സംഭവിച്ചു? അവസാനം ഇന്ത്യ എല്ലാം അടിച്ച് നശിപ്പിച്ച് കൈയിൽ കൊടുത്തു, പപ്പടമാക്കി കൈയിൽ കൊടുത്തു. അപ്പോൾ ഇതുപോലെ ഭീകരവാദ പ്രവർത്തനം നാളെ ഇസ്രായേലിന് നേർക്കും പാകിസ്ഥാൻ നടത്തുമെന്ന് അറിയാവുന്നതാണ് നെതന്യാഹു ഈ കാര്യം പറയുന്നത്. അതുകൊണ്ട് അതേ അവസ്ഥ, അപ്പൊ ഇറാന്റെ അവസ്ഥ പാകിസ്ഥാൻ നാളെ വരും. അതെ, ഉറപ്പായിട്ടും. അതുകൊണ്ട് തന്നെയാണ് നെതന്യാഹു ഈ ഒരു തീരുമാനം ഇപ്പോൾ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.